നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ നഗരത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ്, അതൊക്കെ കാണണം. അതോടൊപ്പം തന്നെ കൊൽക്കത്തയിലെ ബസ്സുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, അതിലും കൂടി ഇന്നൊരു യാത്ര പോകണം. ഹൗഡ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ റൂമൊക്കെ എടുത്തത്. ഇവിടെയായിരുന്നു എടുത്ത റൂം. 500 രൂപക്കാണ് ഞങ്ങൾക്ക് ഇവിടെ മുറി കിട്ടിയത്. പിന്നെ ഈ ഒരു പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ കടലയൊക്കെ കാണാം. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാനായി സാധിക്കും. ഇവിടെയാണ് ഹൗഡ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ റേറ്റിലൊക്കെ നിങ്ങൾക്ക് റൂമൊക്കെ കിട്ടും. 500 രൂപ എന്നൊക്കെ പറയുമ്പോൾ വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല മുറിക്ക്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പകലൊക്കെ നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാൻ ഓക്കെയാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് മുടി വെട്ടുന്നതൊക്കെ നമുക്ക് കാണാം. ചെറിയൊരു ബാർബർ ഷോപ്പ്. ഒരു കസേരയിട്ട് അവിടെ നിന്ന് തന്നെ മുടി വെട്ടുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ നമുക്ക് ഇതുവഴി നടക്കുമ്പം കാണാനായി സാധിക്കും. ഇനിയിപ്പോൾ ഇതുവഴിയാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാനുള്ളത്. ആ മുന്നിലേക്ക് നോക്കിയാൽ പ്രശസ്തമായ ഹൗറ പാലം കാണാനായി സാധിക്കും. ഈ കൊൽക്കത്ത നഗരത്തിലാകെ 5 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്. 1 ഹൗഡ, 2 സിയാൽദ, 3 സന്ത്രഗാച്ചി, 4 കൊൽക്കത്ത, 5 ഷാലിമാർ. ഇതിൽ ആദ്യത്തെ 2 റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യം എടുക്കുക, അതായത് സിയാൽദയും ഹൗഡയും. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും തിരക്കേറിയതുമായ റെയിൽവേ സ്റ്റേഷനുകൾ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ സിയാൽദയുടെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയതാണ്. ഇന്നിപ്പോൾ നേരെ ഹൗഡ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറാം. ഇവിടെയാണ് ഹൗഡ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുത്തു. ഒരാൾക്ക് 10 രൂപയാണ് ആയത്. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ അകത്തേക്കൊക്കെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും. അതൊരു നല്ലൊരു സംഭവമല്ലേ. പിന്നെ ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഒക്കെ കാണാം. സ്റ്റേഷന്റെ മുൻഭാഗത്തൂടെ തന്നെയാണ് പ്രധാനപ്പെട്ട റോഡൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഫെറി ഭാഗത്തേക്കുള്ള ഒരു ടെർമിനലാണ്. അതായത് നമുക്ക് ഇതുവഴിയാണ് പോകാൻ പറ്റുക. ഇനി ഇതുവഴി അങ്ങ് നടക്കാം. ഇത് ടാക്സികൾക്കൊക്കെ പോകാനുള്ള ഒരു വഴിയാണ്. യെല്ലോ ടാക്സി ഒക്കെ കാണുന്നില്ലേ? ഈ രാവിലെ ഈ സമയത്തെ തിരക്കാണിത്. ഇതിലൂടെ അകത്തേക്ക് കയറാം. റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കയറിയ 1 മുതൽ 16 വരെ ഓൾഡ് കോംപ്ലക്സ് ആണ്. അപ്പൊ ആ ഭാഗത്താണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഫോട്ടോകളൊക്കെ കാണാം. 17 മുതൽ 23 അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷന്റെ ഭാഗത്തേക്കും പോകാനുള്ള വഴി ഇതാ ഇതിലൂടെയാണ്. ഹൗഡ റെയിൽവേ സ്റ്റേഷൻ ഒരു ടെർമിനസ് സ്റ്റേഷനാണ്. അതായത് ഇവിടെ സ്റ്റേഷൻ അവസാനിച്ചു. ഇത് 12, 13, 14 ആ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ള ഭാഗമാണ്. ഇവിടെ കൂടുതൽ ഈസ്റ്റേൺ റെയിൽവേന്റെ വണ്ടികളാണ് ഉണ്ടാവുക. അതിന് തൊട്ടപ്പുറത്തേക്ക് പിന്നെ ലോക്കൽ ട്രെയിനും ഉണ്ടാവും. ഇവിടെ വെൽക്കം ടു ഈസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ എഴുതിയതൊക്കെ കാണാം. ഈ സമയത്ത് മറ്റ് ട്രെയിനുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 21 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. നേരെ നടന്നു പോവുകയാണ്. ഇതിന്റെ നടുഭാഗം വഴിയൊക്കെ റോഡൊക്കെ ഉണ്ട്. അങ്ങ് കാണുന്നത് 22, പിന്നെ 23 അങ്ങനെയാണ്. ശരിക്കും ഇത് ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെ ഏത് വഴി വേണമെങ്കിൽ നടന്നു പോവാലോ. എത്രയൊക്കെ ഉണ്ട്. നടന്ന് അങ്ങനൊന്നും പെട്ടെന്നൊന്നും തീരൂല. അതാണ് എടുത്തു പറയേണ്ടത്. സ്റ്റേഷന്റെ നടുഭാഗത്താണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഹൗഡ മെട്രോ. അതായത് കൊൽക്കത്ത മെട്രോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേസ് ആണ്. കുറച്ച് വെറൈറ്റി ആണ്. സ്റ്റേഷന്റെ അകത്തേക്ക് പോകാനുള്ള വഴി അതാണ്. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം. എന്നിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാം. കണ്ടില്ലേ സ്റ്റേഷനകത്തെ ഒരു കാഴ്ച? അത്രമാത്രം തിരക്കാണ് കേട്ടോ അതിനകത്തൊക്കെ. ഇനി നമുക്ക് ഈ ഒരു ഹൗഡ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയാം. ഈ നമ്മുടെ പേരില്ല, അതായത് ഹൗറ എന്നാണ് നമ്മൾ ഇംഗ്ലീഷൊക്കെ വായിക്കുക, പക്ഷെ പ്രൊണൗൺസിയേഷൻ വരുന്നത് ഹൗഡ എന്നാണ് ബംഗാളി ആ ഒരു ഭാഷയിൽ പറയുന്ന രീതിയിൽ. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഒരു ഹിസ്റ്ററിയിലേക്ക് വരുവാണെങ്കിൽ 1854 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയത്. ടോട്ടൽ 23 പ്ലാറ്റ്ഫോംസ് ആണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരം, എറണാകുളമൊക്കെ ഉണ്ടല്ലോ, ഒരു സദേൺ റെയിൽവേൻ്റെ കീഴിലാണ് എന്താ പറയുക ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സോണും അതുപോലെ തന്നെ ഒരു ഡിവിഷനൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷനാണ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ 2 സോണുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 ഡിവിഷനും. അതേതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ റെയിൽവേയിൽ ഹൗഡ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ ഗഡക്കൂരും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് ഡിവിഷൻ. അങ്ങനെയാണ് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. അതായത്
2 ടെർമിനലായിട്ടാണ് ഹൗഡ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഉള്ളത്. ടെർമിനൽ 1 എന്ന് പറയുന്നത് ഓൾഡ് കോംപ്ലക്സ് ആണ്. അതായത് 1 മുതൽ 16 വരെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് അവിടെ ഉള്ളത്. അതിൽ വരുന്നത് ഈസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ദീർഘദൂര ട്രെയിനുകളും ലോക്കൽ ട്രെയിനുകളാണ്, അതായത് കൊൽക്കത്ത സബർബൻ. പിന്നെ വരുന്നത് 17 മുതൽ 23 വരെയുള്ള പ്ലാറ്റ്ഫോം. അതെന്ന് പറഞ്ഞാൽ ടെർമിനൽ 2 എന്ന് പറയും. ന്യൂ കോംപ്ലക്സ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ദീർഘദൂര ട്രെയിനുകളും മറ്റ് ട്രെയിനുകളൊക്കെയാണ് അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പ്രതിദിനം 1.8 മില്യൺ, അതായത് 18 ലക്ഷം യാത്രക്കാരാണ് വന്നിറങ്ങുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ എത്രത്തോളം തിരക്ക് വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ സിയാൽദ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച്, അത് തന്നെയാണ് വരുന്നത് ഇന്ത്യയിലത്തെ 2ാമത്തെ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷനും ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനും. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് സിയാൽദ വരുന്നത്. ഇവിടെ 23 പ്ലാറ്റ്ഫോം വരുമെങ്കിൽ അവിടെ വരുന്നത് 21. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തിയാണ്. അവിടെ ഇതേപോലെ തന്നെ എന്താ പറയുക, ഒരു ദിവസം ഏകദേശം 15 ലക്ഷം യാത്രക്കാരാണ് വരുന്നത്. ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇനി പോകുന്നു പ്രശസ്തമായ ഹൗറ പാലത്തിന്റെ ഭാഗത്തേക്ക്. ഇതിലൂടെ നടന്നു പോകാൻ തന്നെ സെപ്പറേറ്റ് വഴിയൊക്കെ ഉണ്ട്. ഒരുപാട് പേര് വലിയ കെട്ടുകളൊക്കെ ആയി ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നതൊക്കെ കാണാം. പാലത്തിന്റെ 2 ഭാഗം വഴിയും നടന്നിട്ട് പോകാൻ പറ്റും. ഇതിലൂടെയും മറ്റു വഴിയൊക്കെ കാണാം. പാലത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഒരു ചെറിയൊരു മന്ദിരമൊക്കെ കാണാം ഇവിടെ. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതാണിത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്, കാരണം ഇവിടെ തന്നെയാണ് നമുക്ക് ബസ്സും കയറാനുള്ളത്. അത് 2ാമത് വരാം. കൊൽക്കത്ത നഗരത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹൗറ പാലത്തിൻ്റെ ഭാഗം. ഹൗറ പാലത്തിൻ്റെ പേര് രബീന്ദ്ര സേതു എന്നാണ്. വെൽക്കം ടു കൊൽക്കത്ത. അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഹൗറ ഭാഗത്താണ്. ഈ പാലം വഴി കടന്ന് അപ്പുറത്തെത്തുമ്പോഴാണ് മെയിൻ കൊൽക്കത്ത ഭാഗത്തെത്തുക. കരിക്കൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ചെറിയ കച്ചവട കടകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത്. ശരിക്കും പാലത്തിന്റെ മുകൾ ഭാഗത്തെ ആ ഒരു കാഴ്ചയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. ഇത് ഒരു ഉരുക്ക് പോലെയാണ്. വലിയ വലിയ ലോഡൊക്കെ കൊണ്ടുപോവുകയാണ്. യെല്ലോ ടാക്സി. ഇവിടെ ഈ സമയത്ത് തന്നെ നല്ല വെയിലുമായി. ആ വെയിലത്താണ് ഇവർ ഈ ഒരു വലിയ വലിയ കെട്ടുകളൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഈ കൊൽക്കത്ത നഗരത്തിൽ ഏത് ഭാഗത്ത് നോക്കിയാലും ഇതുപോലെയുള്ള വലിയ വലിയ കെട്ടുകളൊക്കെ എടുത്തു പോകുന്ന ഒരുപാട് പേരെ കാണാം. അപ്പം നമ്മളങ്ങനെ ആ ഒരു പാലത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ ഇതുവഴിയാണ് ഇങ്ങനെ നടന്നു പോകാം. 3 വരി 6 വരി പാതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലം. എത്ര ആൾക്കാരാണ് ഓരോ സമയത്തും കെട്ടുകളൊക്കെ എടുത്ത് വരുന്നതെന്ന് നോക്കിയേ. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ഹൗറ പാലം 1943 ഓപ്പൺ ആയത്. 705 മീറ്റർ ആണ് ഇതിൻ്റെ ആകെ നീളം. ബ്രിട്ടീഷുകാരാണ് ഈ പാലം പണിതത്. ഹൂഗ്ലി നദിക്ക് കുറുകെയാണ് ഈ പാലം. ഇവിടെ നിന്ന് നോക്കിയാൽ ഹൂഗ്ലി നദി കാണാം. അങ്ങ് അവിടെയാണ് ഹൗറ റെയിൽവേ സ്റ്റേഷനൊക്കെ. ഈ ഭാഗത്ത് ഒരുപാട് പേര് ഇറങ്ങി കുളിക്കുന്നതൊക്കെ കാണാം. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഫെറി സർവീസൊക്കെ കിട്ടും. അതായത് ഈ ഭാഗത്ത് നിന്ന് ഇത് ആ ഒരു ഭാഗത്തേക്ക്. ഫ്ലവർ മാർക്കറ്റൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നതൊക്കെ കാണാം. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ്. ഞങ്ങൾ ഇതുവഴി രാത്രിയിലൊക്കെ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട്, അതായത് ബസ്സിലൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ പാലത്തിന്റെ ഓരോ ഭാഗത്തും ക്യാമറകൾ തന്നെയാണിത്. പിന്നെ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഈ കൊൽക്കത്തയിലത്തെ ബസ്സുകളില്ലേ, എല്ലാം ഏകദേശം ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബസ്സുകൾ തന്നെയാണ്. കാരണം എന്താ പറയുക, എല്ലാം പരസ്പരം കൂട്ടിയിടിക്കുന്നുണ്ട്. അതാണ്. അതെന്തായാലും ഇവിടുന്ന് ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഏകദേശം മനസ്സിലായിക്കോളും.
വളരെ ഒരു പഴയ ടൈപ്പാണ്. ഇതൊക്കെ ടാറ്റേൻ്റെ മോഡലാണ്. ഇത് സിയാൽദയിൽ ഹൗഡയിലേക്ക് വരുന്ന ബസ്സാണ്. അങ്ങ് അതിലൂടെ വലിയ ഒരു വെയിറ്റൊക്കെ എടുത്ത് ഒരു സൈക്കിളൊക്കെ പോകുന്നത് കാണാം. പാലത്തിൻ്റെ നടുഭാഗത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊൽക്കത്ത നഗരത്തിലെത്തും. ഹൗറ പാലം വഴി നടന്നിപ്പോൾ കൊൽക്കത്തയിലെത്തിയേ. ഇനിയൊരു മാർക്കറ്റിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ്. ഇത് ആരംഭിച്ചത് 1855-ലാണ്. പാലം ഇറങ്ങി വരുന്ന ഈ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ഈ ഭാഗത്ത് തന്നെയാണ് മുള്ളിക് ഫ്ലവർ മാർക്കറ്റ് ഉള്ളത്. ഇതിലൂടെ ഇറങ്ങിപ്പോകാനുള്ള ചെറിയ വഴിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ തിരക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ പകൽ സമയത്ത് ഉള്ള ആ ഒരു കാഴ്ചയാണ്. പൂ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് വെറൈറ്റി പൂക്കളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടുത്തെ വൃത്തിയൊക്കെ ആകെ ഇത്രയേ ഉള്ളൂ. ജമന്തി, അതുപോലെ തന്നെ റോസ്. ഇവിടെ കിട്ടാത്തതായിട്ടുള്ള പൂക്കളൊന്നും തന്നെ ഇല്ല, എല്ലാം ഉണ്ട്. എല്ലാം സെറ്റ് ആയിട്ടുള്ള പൂക്കളൊക്കെയാണ് കൂടുതലും. ഇതിൽ വേറൊരു വലിയൊരു കാര്യമുണ്ട്. ഇതൊക്കെ ഇന്ന് കൊണ്ടുവെക്കുന്നതാണ്. ഇതില് ഭൂരിഭാഗം പൂക്കളും ഇന്ന് തന്നെ തീരുകയും ചെയ്യും. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇവർക്ക് ഇവിടെ ഇത്രയും നല്ല കച്ചവടം കിട്ടുന്നുണ്ട്. വാങ്ങിക്കാൻ അതുപോലെ ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ തിരക്കതാ. ഇത് ഏത് ഭാഗം വഴിയും വേണം പോവാ. ഞങ്ങളിപ്പോ നേരെ നടക്കുന്നേ ഉള്ളൂ. പാലത്തിന്റെ ആ ഭാഗം വഴി നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇവിടെ വേസ്റ്റ് ആയിട്ട് കൂടുതലുള്ളത് പത്രമാണ്. അതായത് ഈ പൂവൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ഇതില്ലേ, അത് തന്നെയാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. വൃത്തി കുറവ് തന്നെയാണ്, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ഹൗഡ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോയിട്ട് ഒരു ബസ് കയറി അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയുണ്ട് മാർക്കറ്റ്. ഹൗറ പാലത്തിന്റെ ഭാഗത്ത് നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ തിരിച്ചെത്തിയേ. ഇവിടെ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാം. ഇനി ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. ഇവിടെയാണ് ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്നത്. ഈ ഭാഗത്തുനിന്ന് സിയാൽദ, ഷാലിമാർ, സാന്ത്രകാച്ചി ഇവിടേക്കൊക്കെ കിട്ടും. എസ്പ്ലനേഡ് ഭാഗം, ഇതൊക്കെയാണ് ഇവിടുത്തെ ബസ്സുകൾ. നല്ല ലുക്കല്ല ഈ ബസ്സിനെ കാണാൻ. നമുക്കിപ്പോൾ ഇവിടുന്ന് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് ആദ്യം നോക്കട്ടെ. എസ്പ്ലനേഡ് ഭാഗത്തേക്ക് പോകണോ അതോ സിയാൽദ ഭാഗത്തേക്ക് പോകണോ എന്ന് നോക്കുക. ഇവിടെയൊക്കെ ഫ്രൂട്ട്സും ഇങ്ങനെയുള്ള കരിമ്പ് ജ്യൂസ് അതൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. ഈ ബസ്സിൻ്റെ ഒരു ലുക്ക് നോക്കിയേ. ഇവിടെയൊക്കെ കണ്ടതാ ഇടിച്ച് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ ഇതല്ലേ കാണേണ്ടത്. ഇവിടെ നോക്കിയ ബസ്, ഇതിന്റെ മുൻഭാഗമൊന്നും ഇല്ല. ഇതൊക്കെ മൊത്തം പൊളിച്ച് കിടക്കുകയാണ്. സൈഡ് നോക്കിയേ, സൈഡില്ല. അതിന്റെ ആ സാധനം വരുന്ന പുറത്തേക്ക് വരികയാണ്. ഇതൊക്കെയാണ് ബസ്സുകൾ. എന്റെ പൊന്നെ, ഇതൊന്ന് നോക്കിയേ. ഇതിനൊക്കെ എങ്ങനെയാണ് പെർമിറ്റ് കൊടുക്കുന്നത്? ഇതാ
ബസ് ഇപ്പോഴും ഓടുന്നില്ലേ അല്ലേ? ബസ്സിന് തല്ലും. തല്ലുന്ന മാത്രല്ല ബസ് കൂട്ടിയിടിക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. ഇതൊക്കെ നല്ല ബസ്സാണ്ടാ. നമ്മളുണ്ടല്ലോ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ സിവിൽ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. വണ്ടി അതായത് ഈ ബസ്സില്ലേ പോകാനാവുന്ന സമയത്ത് അതിന് പിറകിൽ വന്ന് ബസ് ഇങ്ങനെ കൂട്ടിമുട്ടും. അപ്പൊ സമാനമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കറ ഇതൊക്കെ പുറത്തേക്കടക്കം വന്നു, അതാണ്. എടാ ഇതിന് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് കയ്യിൽ എന്തെങ്കിലും ടച്ച് ചെയ്ത ടെറ്റനസ് വരൂല അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർ കയറി യാത്രയല്ലേ, പിന്നെ എന്ത് ചെയ്യണ്ട്. ഇത് പൊളിഞ്ഞ ബസ്. കൊൽക്കത്തയിൽ 2 ടൈപ്പ് കളർ കോഡുകളിലാണ് ബസ്സുകളുള്ളത്. ഈ ഒരു ചുവപ്പും മഞ്ഞയുണ്ട്, അതുപോലെ തന്നെ നീലയും മഞ്ഞയുണ്ട്. നമ്മളെന്തായാലും സിയാൽദ ഭാഗത്തേക്കുള്ള ബസ്സിന് കയറി പോവുകയാണ്. സിയാൽദ വരെ പോകുന്നില്ല, അതിന് മുന്നേ എവിടെയെങ്കിലും ഇറങ്ങാൻ നോക്കാം. ഞങ്ങള് സിയാൽദ ഭാഗത്തേക്കുള്ള ബസ്സിലേക്ക് ഇതാ കയറിയാണ്. സീറ്റിന്റെ പൊസിഷനൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ഇരിക്കാം. ഇത് ലേഡീസാണ്, ഇവിടെ ഇരിക്കാം തൽക്കാലം. ഇവിടെ ലേഡീസാണ്. പക്ഷെ ചില ബസ്സിന്റെ ഈ ഭാഗത്തേക്ക് ഇരിക്കാനൊക്കെ പറ്റൂട്ടാ. ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ബസ്സിലൊന്നും ആരും ഇല്ല അല്ലേ? ഇല്ല, ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. തിരക്ക് വളരെയധികം കുറവാണ്. ബസ്സിന്റെ ഈ ഒരു സൈഡ് മുഴുവനും ലേഡീസുകൾക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്കിരിക്കാൻ പറ്റുക. സീറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കുറച്ച് വെറൈറ്റി തന്നെയാണ്. ഇത് ഇവിടെയും മറ്റു ബസ്സുകളൊക്കെ ആണ്. പിന്നെ ഇതിന്റെ മുന്നിൽ പൈലറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണ്, പൈലറ്റ് പറന്നൊക്കെയാണല്ലോ ഇവർ പോകുന്നത്. സ്പീഡാണ്, അതുകൊണ്ട് തന്നെയാണ് ആക്സിഡന്റുകൾ വരുന്നത്, കൂട്ടിമുട്ടുന്നത്. നേരത്തെ നമ്മൾ നടന്നു പോയ വഴികളൊക്കെ ഇതാ കാണാം. ഹൗറ പാലം വഴി തന്നെയാണ് വീണ്ടും പോകുന്നത്. ഇവിടുത്തെ ഹോണടി ഒരു വെറൈറ്റി തന്നെയാണ്, വെറുതെ ഹോണടിച്ചോളും. ഹൗറയിൽ നിന്നും ബസ് കയറി കൊൽക്കത്തയിൽ ഞങ്ങൾ എത്തിയേ. ഇവിടെയാണ് ബസ്സിൽ വന്ന് ഇറങ്ങിയത്. ഈ ഭാഗത്ത് മുഴുവനും ഡ്രസ്സുകളൊക്കെ വിരിച്ച് ഇട്ടിരിക്കുന്നതൊക്കെ കാണാം. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു കൊൽക്കത്തയില്ലേ, ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. പഴക്കം ഇന്നും നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നാണിത്. ഈ നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ആ പഴമ നമുക്ക് ശരിക്കും മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കും. ഇതൊക്കെ സാൾട്ട് ലേക്ക് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. ഹൗറ സിയാൽദ. ഇത് ആ ഒരു കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. പിന്നെ ഇതിലൂടെ ട്രാമിൻ്റെ ട്രാക്കൊക്കെ പോകുന്നത് കാണാം. പക്ഷെ നിലവിലിപ്പോൾ ഇതുവഴിയൊന്നും ട്രാമില്ല. എസ്പ്ലനേഡ് ഭാഗത്തുനിന്ന് ശ്യാം ബസാർ ഭാഗത്തേക്കാണ് നിലവിലിപ്പോൾ ട്രാം സർവീസ് ഉള്ളത്. ഞങ്ങളിങ്ങനെ നഗരത്തിൻ്റെ ഓരോ ഭാഗം വഴിയും നടന്നു പോവുകയാണ്. ഇതുവഴി നമുക്ക് നടക്കാൻ പറ്റും, പക്ഷെ അവിടെ ചെറിയ ചെറിയ കടകളൊക്കെയാണ്. ന്യൂഡൽഹിക്ക് മുന്നേ നമ്മുടെ കൊൽക്കത്തയായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം. സിറ്റി ഓഫ് ജോയ് എന്നാണല്ലോ കൊൽക്കത്ത നഗരത്തെ അറിയപ്പെടുന്നത്. ആ ഒരു പഴക്കത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഒരുപാട് വർഷം പുറകിലേക്ക് പോയ ഒരു പ്രതീതിയാണ് ഈ ഭാഗത്തെത്തുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഈ ഭാഗത്തും മുഴുവനും ചെറിയ ചെറിയ കടകളൊക്കെയാണ്. ടീഷർട്ട് അതുപോലെ തന്നെ മറ്റ് ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ. അതുവഴിയാണ് ഞങ്ങൾ നടന്നു വന്നത്. ഇവിടെ ഇതാ കൊൽക്കത്തയുടെ ഐക്കൺ യെല്ലോ ടാക്സികൾ. ഈ കൊൽക്കത്ത നഗരത്തിൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിന് ഒരു ക്ഷാമമില്ല. ഏത് ഭാഗത്തേക്കും ബസ് സർവീസ് കിട്ടും. ഇപ്പോൾ കൊൽക്കത്ത, അതായത് നമ്മുടെ ഈ ഹൗറ ഭാഗത്തുനിന്ന് കൊൽക്കത്ത സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക്, സിയാൽദ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക്, സന്ത്രഗാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക്, ഷാലിമാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക്, അങ്ങനെ എല്ലായിടത്തേക്കും ബസ് സർവീസ് ഉണ്ട്. പിന്നെ മെട്രോയിൽ അത് അണ്ടർ വാട്ടർ മെട്രോ. കൊൽക്കത്ത നഗരത്തിന്റെ ഈ ഒരു ഭാഗങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ച് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു ഏരിയകളൊക്കെ ഉണ്ട്. അതായത് ന്യൂ ടൗൺ എന്ന് പറയും. അതുപോലെ തന്നെ പാർക്ക് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല ബിൽഡിംഗ് ഒക്കെ ഉള്ള ഭാഗമാണ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഭാഗം, ഈഡൻ ഗാർഡന്റെ ഭാഗം പോയിട്ടുണ്ട്. അതായത് എക്സ്പ്ലെയിൻഡ് ഭാഗം. അതൊക്കെ പറഞ്ഞാൽ ഇതുപോലെ നല്ല കുറച്ചും കൂടെ നല്ലതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ഹൗഡ ഭാഗത്തേക്ക് ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്. ഏതിലെങ്കിലും ഒന്നിൽ കയറാം, ഇതിൽ തന്നെ കയറാം. തിരിച്ചു പോകുന്ന ബസ്സിലാണ്
ഫ്രണ്ട് സീറ്റ് കിട്ടിയത്. ശരിക്കും ഇങ്ങനെ ഫ്രണ്ട് സീറ്റ് കിട്ടിയാലാണ് നല്ല അടിപൊളി കാഴ്ച പകർത്താൻ പറ്റുക. ഈ ബസ് ഇപ്പോൾ സിയാൽദ ഭാഗത്ത് വരുന്നതാണ്. ആ ബസ്സും അതെ. ട്രാം സർവീസ് ഇതിലൂടെ പോവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ട്രാഫിക് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ഭാഗത്തേക്ക് മാത്രമായിട്ട് അത് ഓടുന്നത്. എസ്പ്ലനേഡ് ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഇപ്പോൾ ട്രാമിൽ കയറാം. ഒരു ഫുൾ വ്യൂ, എന്ത് ഭംഗിയല്ലേ. ഞങ്ങൾ നേരത്തെ നടന്നു വന്ന വഴികളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അവിടെ നിന്നായിരുന്നു ബസ് കയറിയത്. ബസ് സ്റ്റാൻഡിന്റെ മറ്റൊരു ഭാഗമാണ്. ഷാലിമാറിലേക്കുള്ള ബസ്സുകളൊക്കെ ഇവിടുന്ന് കിട്ടും. ഞങ്ങളുടെ റൂമുള്ള ഭാഗം നേരെ അങ്ങോട്ടാണ്. വെൽക്കം ടു ഹൗറ എന്ന് എഴുതിയിട്ടുള്ള ഒരു വലിയൊരു ഇതൊക്കെ കാണാം. പിന്നെ ഇവിടെ തന്നെ സൈക്കിൾ റിക്ഷകളൊക്കെ ഉണ്ട്. സൈക്കിൾ റിക്ഷേൻ്റെ കാര്യം പറയുമ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഇത് എവിടെയും ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് ധാബകളുണ്ട്. പക്ഷെ ഇവിടുത്തെ വൃത്തിയാണ് മെയിൻ പ്രശ്നം. ഞങ്ങൾ ആദ്യം ഈ ഭാഗത്തായിരുന്നു ലോഡ്ജ് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ പോയി കണ്ടപ്പോൾ തന്നെ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചും കൂടെ മാറിയിട്ടാണ് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മുറി കിട്ടിയത്. ഇവിടെയൊക്കെ ധാബകളാണിതാ. ഞങ്ങളുടെ റൂം ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടെ മാറിയിട്ടുള്ള ഒരു ഭാഗത്താണ്. കൊൽക്കത്ത നഗരം വഴിയും ഹൗറ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നൊക്കെ വീഡിയോ ചിത്രീകരിക്കുക എന്നത് കുറച്ച് പ്രയാസകരമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി കള്ളന്മാരുടെ ശല്യം തന്നെയാണ്. നമ്മൾ ഫോണിൽ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് ഒന്നാമത് തിരക്കുണ്ടാവുമല്ലോ, അതിന്റെ ഇടയിലൂടെ ഇവന്മാർ വന്നിട്ട് കൈക്ക് തട്ടിയിട്ട് ഫോണും പറിച്ചുകൊണ്ട് ഒറ്റ ഓട്ടോടും. രണ്ടാമത്തെ കാര്യം വലിയ തിരക്ക് തന്നെയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രയാസം ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. അതിന് മെയിൻ കാരണം ഇന്നൊരു ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊൽക്കത്ത നഗരത്തിന്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് ഒന്നും പോയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഹൗഡ ഒരു നഗരത്തിന്റെ ഭാഗം, പിന്നെ കൊൽക്കത്ത ജസ്റ്റ് ഒന്ന് എൻ്റർ ആയത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് മുഴുവൻ ഈ കൊൽക്കത്തന്റെ ഭാഗം ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ കൊൽക്കത്തയിൽ നല്ല ഭാഗങ്ങൾ ഒരുപാടുണ്ട്. പാർക്ക് സ്ട്രീറ്റ് ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞു എസ്പ്ലാൻഡ്, നമ്മുടെ ഈഡൻ ഗാർഡൻ, ക്രിക്കറ്റ് സ്റ്റേഡിയൊക്കെ വരുന്ന ഭാഗം എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് നല്ല സ്ഥലങ്ങളാണ്. റോഡും ഉണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ന്യൂ ടൗൺ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, കുറച്ച് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അതൊക്കെയാണ്. അപ്പോൾ ന്യൂ ടൗണിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടൊന്നുമില്ല, വീഡിയോ എടുത്തിട്ടില്ല. മറ്റു ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്തന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ബിരിയാണിയും അതുപോലെ തന്നെ ഒരുപാട് ഫുഡൊക്കെ കിട്ടുന്ന ഇന്ത്യൻ കോഫീസ് ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇനിയിപ്പം അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് അസാമിലെ കാഴ്ചകളാണ്. ഗുവാഹട്ടിന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മത്സരം ബൈ.